ടി വി പ്രസാദുണ്ട്. പ്രസാദ്, ഇപ്പോൾ BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ കളക്ടറേറ്റുകളിലേക്കുള്ള മാർച്ചിലൊക്കെ സംഘർഷമാണ്. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിൽ രാജീവ് ചന്ദ്രശേഖറാണ് നേതൃത്വം നൽകിയത്. എന്താണ് BJP ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? എന്താണ് ആലോചന? സ്മൃതി, ഇതിൽ യഥാർത്ഥത്തിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരം യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് വലിയ രീതിയിൽ മുന്നേറിയിരിക്കുന്നത്. അതിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വീഴ്ച ഉണ്ടായി എന്ന വിലയിരുത്തൽ തന്നെയാണ് മറ്റ് പല നേതാക്കൾക്കും ഉള്ളത്. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സംഘടനാ പരിചയത്തിൻ്റെ കുറവാണ് എന്ന് സുരേന്ദ്ര മുരളീധര പക്ഷത്തിലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം, അതായത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം, നേരത്തെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു മൈലേജിലേക്ക് കടക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരുന്ന ആളുകളിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇന്നലെ കാണുന്നത്. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമ്പോഴും വലിയൊരു രീതിയിൽ ശ്രദ്ധയാകർഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാർച്ച് നടത്താൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതും ഇന്നലെ ചില നേതാക്കളുടെ ഇടയിൽ വിമർശന വിധേയമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മാർച്ച് മുതൽ വലിയ രീതിയിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്കും കടക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി കാര്യങ്ങളിലേക്ക് കടക്കുക, ഒപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെക്കാളും മുകളിൽ ശബരിമലയിലെ വിഷയം അത് വിശ്വാസികളുടെ വിഷയത്തിനപ്പുറം അഴിമതിയുടെ പ്രശ്നമാണെന്നും അത് ശക്തമായി ഉന്നയിക്കേണ്ടതാണെന്നും തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ BJP അതിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.